BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനികൾക്കും ഇന്ത്യക്കാർക്കുമടക്കം നിരവധി രാജ്യങ്ങൾക്ക് ശ്രീലങ്കയിൽ സൗജന്യ ടൂറിസ്റ്റ് വിസ. വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ശ്രീലങ്കൻ സർക്കാരിന്റെ തീരുമാനം. ഒക്ടോബർ 1 മുതലാണ് 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ രഹിത പ്രവേശനം. 2025 മാർച്ച് 31 വരെ 6 മാസത്തെ പൈലറ്റ് പ്രോഗ്രാമിന് കീഴിലാണ് 30 ദിവസത്തെ സൗജന്യ ടൂറിസ്റ്റ് വിസകൾ അനുവദിക്കുന്നത്. ശ്രീലങ്കൻ ക്യാബിനറ്റ് ഇതിന് അംഗീകാരം നൽകി. ഈ നീക്കം രാജ്യത്തേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. സമീപകാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കൻ ടൂറിസത്തിന് വലിയ തിരിച്ചടിയേറ്റിരുന്നു. സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങൾക്ക് സമാനമായി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി രാജ്യത്തെ മാറ്റുകയാണ് ലക്ഷ്യം. ഇന്ത്യ, ചൈന, UK, ജർമ്മനി, നെതർലാൻഡ്, ബെൽജിയം, സ്പെയിൻ, ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, പോളണ്ട്, കസാഖ്സ്ഥാൻ, സൗദി അറേബ്യ, UAE, നേപ്പാൾ, ഇന്തോനേഷ്യ, റഷ്യ, തായ്ലൻഡ്, മലേഷ്യ, ജപ്പാൻ, ഫ്രാൻസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ചെക്ക് റിപ്പബ്ലിക്, ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ബെലറൂസ്, ഇറാൻ, സ്വീഡൻ, ദക്ഷിണ കൊറിയ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾക്കാണ് സൗജന്യ ടൂറിസ്റ്റ് വിസ നൽകുന്നത്. പദ്ധതി വിജയിച്ചാൽ ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തും. രാജ്യത്തെ ഭൂഗർഭജലത്തിന്റെ സംരക്ഷണത്തിന് കൃത്യമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് മുനിസിപ്പാലിറ്റി കാര്യ കൃഷി മന്ത്രാലയം. രാജ്യത്ത് നിലവിലുള്ള ഭൂഗർഭ കിണറുകൾ സംരക്ഷിക്കുകയാണ് ആദ്യ നടപടി. ഇതിന്റെ ഭാഗമായി ഇത്തരം കിണറുകളുടെ ഉടമകളോട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടു. നവംബർ 30-നകം വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നാണ് നിർദ്ദേശം. കിണറുകളുള്ള വസ്തുക്കൾ ഉപയോഗപ്പെടുന്നത് വാടകയ്ക്കെടുത്ത ഉടമകളോ ആളുകളോ ആണെങ്കിലും അവരുടെ മുഴുവൻ പേര്, CPR നമ്പർ, ഫോൺ നമ്പർ, മേൽവിലാസം, ഇമെയിൽ വിലാസം എന്നിവ ഉൾപ്പെടെ വിവരങ്ങൾ മന്ത്രാലയത്തിന് നൽകണം. സീരിയൽ നമ്പർ, നിലവിലുള്ള അവസ്ഥ രേഖ അല്ലെങ്കിൽ ഉടമസ്ഥാവകാശ രേഖകൾ, കിണർ സ്ഥിതി ചെയ്യുന്ന വിലാസം, കിണറിന്റെ തരം, ജല ഉപയോഗം, കിണറിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ നൽകണം. മന്ത്രാലയവും കിണറുകളുടെ ഉടമകളും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും സുഗമമാക്കുകയും ചെയ്യേണ്ടതിനാൽ ആവശ്യമായ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നിർണായകമാണെന്ന് മന്ത്രാലയം അറിയിക്കുന്നു. ഭൂഗർഭജലത്തിന്റെ സുസ്ഥിര പരിപാലനം പരമപ്രധാനമാണെന്നതിനാലാണ് കിണറുകളുടെ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിലവിൽ ചെലവ് കൂടിയ ഡീസലനേഷൻ വഴിയാണ് ജലലഭ്യത ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തെ പരമ്പരാഗതമായ എല്ലാ ശുദ്ധജല സ്രോതസ്സുകളും സംരക്ഷിക്കുകയെന്നത് പ്രധാനമായി മന്ത്രാലയം കാണുന്നു. വിവിധ മേഖലകളിലെ അത്തരം കിണറുകളുടെ എല്ലാ ഉടമകളും നിയന്ത്രണങ്ങൾ പാലിക്കുകയും നവംബർ 30-ന് ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാദേശിക അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡയറക്ടറേറ്റിൽ അവരുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഭൂഗർഭജലത്തിന്റെ ഉപയോഗം സംബന്ധിച്ച നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകളും നടക്കും. ഭാവി തലമുറകൾക്കായി കിണറുകൾ സംരക്ഷിക്കാനും ഇത് സഹായകമാകുമെന്നാണ് പ്രതീക്ഷ. കിണറുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനോ വിവരങ്ങൾ ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനോ വേണ്ടി ഉടമകൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ mun.gov.bh സന്ദർശിച്ച് ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കണം. അന്വേഷണങ്ങൾക്ക് 17987085 അല്ലെങ്കിൽ 17987068 എന്ന നമ്പറിൽ വിളിച്ച് ഞായറാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മന്ത്രാലയവുമായി ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 17987085 17987068. KCA ഇന്റർനാഷണൽ വോളിബോൾ ടൂർണമെന്റ് ഒക്ടോബറിൽ സഗയിലെ KCA ഗ്രൗണ്ടിൽ നടക്കും. ഉദ്ഘാടനം ഒക്ടോബർ 11-ന് വൈകുന്നേരം 5-ന് നടക്കുമെന്ന് KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അറിയിച്ചു. ടൂർണമെന്റിന്റെ സുഗമമായ നടത്തിപ്പിനായി KCA ടൂർണമെന്റ് ചെയർമാനായി സിബി കൈതാരത്ത്, ഇവന്റ് കോർഡിനേറ്ററായി റോയ് ജോസഫ്, ക്യാപ്റ്റനായി റെയ്സൻ മാത്യു എന്നിവരടങ്ങുന്ന ടൂർണമെന്റ് കമ്മിറ്റി രൂപവൽക്കരിച്ചതായി KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി അറിയിച്ചു. ബഹ്റൈനിലെ എല്ലാ സമുദായങ്ങൾക്കിടയിലും സൗഹാർദ്ദവും സാഹോദര്യവും കൊണ്ടുവരിക എന്നതാണ് പരിപാടിയുടെ ഉദ്ദേശം. വിവിധ ബഹ്റൈൻ വോളിബോൾ ക്ലബ്ബുകളും മറ്റ് ക്ലബ് അസോസിയേഷൻ ടീമുകളും പങ്കെടുക്കും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വോളിബോൾ ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു.
വിജയികൾക്കും രണ്ടാം സ്ഥാനക്കാർക്കും ആകർഷകമായ സമ്മാനങ്ങൾ നൽകും. ട്രോഫികൾക്ക് പുറമെ വിജയികൾക്ക് $1000 റണ്ണേഴ്സപ്പിന് $500 സമ്മാനമായി നൽകും. ടൂർണമെന്റിൽ കുറഞ്ഞത് 8 ടീമുകൾ ഉണ്ടായിരിക്കും. അവ ആദ്യ റൗണ്ടിൽ 2 പൂൾ കളിക്കുന്ന ലീഗ് മത്സരങ്ങളായി വിഭജിക്കപ്പെടും. ഓരോ ഗ്രൂപ്പിലെയും മികച്ച 2 ടീമുകൾ മറ്റു പൂളുകളിൽ നിന്നുള്ള വിജയികൾക്കെതിരെ സെമി ഫൈനൽ ലൈനപ്പ് ഉണ്ടാക്കും. രജിസ്ട്രേഷൻ ഫീസ് 40 ദിനാർ ആയിരിക്കും. FIVB നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത്. എല്ലാ ക്രമീകരണങ്ങളും പുരോഗമിക്കുകയാണെന്നും ദിവസവും വൈകിട്ട് 7:30 KCA ഗ്രൗണ്ടിൽ മത്സരങ്ങൾ ആരംഭിക്കുമെന്നും KCA സ്പോർട്സ് സെക്രട്ടറി സോവിച്ചൻ ചോനാട്ടുശ്ശേരി അറിയിച്ചു. ഗ്രൗണ്ടിൽ പ്രത്യേക ഇരിപ്പിട ക്രമീകരണങ്ങളുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇവന്റ് ചെയർമാൻ സിബി കൈതാരത്ത് 39178163 എന്ന നമ്പറിലോ സ്പോർട്സ് സെക്രട്ടറി സോവിച്ചൻ ചേന്നാട്ടുശ്ശേരി 39173783 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 39178163 39073783. അവധിക്കാലം പ്രയോജനപ്രദമായി വിനിയോഗിച്ച് അറബിക് കാലിഗ്രഫിയിൽ വിസ്മയം തീർത്ത് മാതൃകയായിരിക്കുകയാണ് സൽമാബാദ് മജൂ തലീമി ഖുറാൻ മദ്രസ വിദ്യാർത്ഥിനി നൂറ. ഈ അവധിക്കാലത്ത് അസ്മാഉൽ ഹുസ്നയുടെ കാലിഗ്രഫി ചെയ്യുകയെന്ന ലക്ഷ്യം അതിമനോഹരമായാണ് നൂറ പൂർത്തിയാക്കിയത്. ബഹ്റൈൻ സാഹിത്യോത്സവങ്ങളിലും മറ്റും നിരവധി തവണ മത്സരിച്ച് വിജയിച്ച നൂറ ICF സൽമാബാദ് സെൻട്രൽ ഫിനാൻസ് സെക്രട്ടറി അഷ്റഫ് കോട്ടക്കലിന്റെ മകളാണ്. അവധിക്കാലം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയ നൂറയെ സൽമാബാദ് മദ്രസ മാനേജ്മെന്റും അധ്യാപകരും അനുമോദിച്ചു. വിവരാവകാശ നിയമം അട്ടിമറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ രഹസ്യമായി ഒഴിവാക്കിയ സർക്കാർ നടപടിക്കെതിരെ കൂടുതൽ അപേക്ഷകർ പരാതിയുമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും അപ്പീലുമായി സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയെയും സമീപിച്ചു. 233 പേജുകൾക്ക് നിയമപ്രകാരം പണമടപ്പിച്ച ശേഷം 228 പേജുകൾ മാത്രം മുന്നറിയിപ്പില്ലാതെ കൈമാറിയത് കമ്മീഷൻ ഉത്തരവിന് വിരുദ്ധമാണെന്നും വിവരാവകാശ നിയമത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാധ്യമപ്രവർത്തകരടക്കം പരാതിയും അപ്പീലും സമർപ്പിച്ചത്. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയവരുടെയും ആരോപണ വിധേയരുടെയും സ്വകാര്യ വിവരങ്ങൾ സംരക്ഷിച്ച കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം 66 പേജുകളും 136 ഖണ്ഡികകളുമാണ് സർക്കാർ ആദ്യഘട്ടം ഒഴിവാക്കിയതായി അപേക്ഷകരെ അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷമുള്ള 233 പേജുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ലഭിക്കാൻ പേജ് 1-ന് ₹3 നിരക്കിൽ ട്രഷറിയിൽ അടയ്ക്കണമെന്നായിരുന്നു ജൂലൈ 18-ന് സാംസ്കാരിക വകുപ്പ് ഡെപ്യൂട്ടി സെക്രട്ടറിയും വകുപ്പിന്റെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമായ സുഭാഷിണി തങ്കച്ചി അപേക്ഷകരെ അറിയിച്ചത്. എന്നാൽ ആഗസ്റ്റ് 19-ന് നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ ഒഴിവാക്കൽ പട്ടികയിൽ ഉൾപ്പെടാതിരുന്ന 49 മുതൽ 53 പേജുകളിലെ വിവരങ്ങൾ കൂടി ഒഴിവാക്കി സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുകയായിരുന്നു. സിനിമാ വ്യവസായത്തിലെ പ്രമുഖരിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതും തുടർന്നുള്ള കമ്മീഷന്റെ കണ്ടെത്തലും നിരീക്ഷണങ്ങളുമാണ് ഒഴിവാക്കപ്പെട്ട 5 പേജുകളിലെ 11 ഖണ്ഡികകളിലൂടെ സർക്കാർ മറച്ചുവെച്ചതെന്നുമാണ് അപേക്ഷകരുടെ ആരോപണം. ഒഴിവാക്കിയ പേജുകൾക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകരിൽ നിന്ന് സർക്കാർ പണം ഈടാക്കിയതിനാൽ ഈ പേജുകളും ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. അതേസമയം അപേക്ഷകരുടെ പരാതികളിൽ അപ്പീൽ അധികാരിയായ സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറി എന്ത് നടപടി സ്വീകരിക്കുമെന്ന് അറിഞ്ഞ ശേഷമേ ഇക്കാര്യത്തിൽ വിവരാവകാശ കമ്മീഷൻ തുടർ നടപടി സ്വീകരിക്കൂ. KCB ഡേറ്റാ സെന്റർ നവീകരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 7 മുതൽ 11 മണിവരെ ഓൺലൈനിലൂടെയുള്ള പണമടയ്ക്കലും 1912 എന്ന നമ്പറിലൂടെയുള്ള ഉപഭോക്തൃ സേവനങ്ങൾക്കും തടസ്സം നേരിട്ടേക്കും. വൈദ്യുതി സംബന്ധമായ പരാതികൾ പരിഹരിക്കാൻ സെഷൻ ഓഫീസുകളിലോ 9496012062 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. KCBയുടെ മറ്റ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും ഈ സമയത്ത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. നമ്പർ ഒരിക്കൽ കൂടി 9496012062. യുവനടിയുടെ വെളിപ്പെടുത്തലിൽ നടനും അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദീഖിനെതിരെ നിയമ നടപടിക്ക് സാധ്യത. യുവനടി രേവതി സമ്പത്താണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. സിദ്ദീഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു. +2 കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയം. വ്യാജമായി തോന്നുന്ന അക്കൗണ്ട് ആയിരുന്നുവെങ്കിലും സിദ്ദീഖിന്റെ സ്വന്തം അക്കൗണ്ട് ആയിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിനു ശേഷം മാസ്കറ്റ് ഹോട്ടലിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് 21 വയസ്സുള്ള തന്നോട് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത്. അവിടെ പോയപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അതൊരു കെണിയായിരുന്നു. സിദ്ദീഖ് നമ്പർ 1 ക്രിമിനലാണ്. ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു. സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം. 2019 തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അനുഭവം തുറന്നു പറഞ്ഞതിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നതെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണത്തോട് സിദ്ദീഖ് പ്രതികരിച്ചിട്ടില്ല. നിയമ നടപടി സ്വീകരിക്കാൻ പോലീസിൽ കൂടിയാലോചന നടക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.